Hi guys, welcome to FinCraze YouTube channel. So ഇത് നമ്മൾ ക്ലാസ് 11 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. 2 സെഷൻസ് ആയിട്ടായിരിക്കും ഇത് നടക്കുന്നത്. So we'll move on with part 1 session. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കീ വേർഡ്സ് ഉണ്ട്. എല്ലാ അക്കൗണ്ടൻസി ഫേമിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴും ഈ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. സോ ആദ്യം തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് രണ്ട് പാർട്ടീസ് ഗുഡ്സോ സർവീസോ ഒരു ട്രാൻസ്ഫറോ എക്സ്ചേഞ്ചോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വയ്ക്കുന്ന ഒരു അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ അവിടെ രണ്ട് പാർട്ടീസ് തമ്മിൽ എന്തൊക്കെ വേണം? ഒരു അഗ്രിമെൻറ്റ് വേണം, അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് എങ്കിലും വേണം, ആൻഡ് അവിടെ ഒരു ട്രാൻസ്ഫറോ എക്സ്ചേഞ്ചോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവണം. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഒരു സെയിലോ പർച്ചേസ് ഓഫ് ഗുഡ്സ് നടത്തുന്ന ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റ്സ്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഇനി ഈ ഡെറ്റേഴ്സ് എന്താ, ക്രെഡിറ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കും. ഇനി ഈ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി എക്സ്പ്രെസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, അതായത് മണി വാല്യൂവിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ തന്നെ ചേഞ്ച് ആകും ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതുകൊണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്. നമ്മളത് ഫ്യൂച്ചർ ക്ലാസ്സിൽ 12th ആകുമ്പോഴും അതുപോലെ 11th നമുക്ക് കുറച്ച് ഇത് ബേസ് ചെയ്ത് പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഈ മൊത്തം വരുന്ന ബിസിനസ് ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു ഫോർമാറ്റിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ ട്രാൻസാക്ഷൻസും ആ ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ് എന്താ, അത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും നമുക്ക് ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ അതിന് വേറെ ഹെഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കുറച്ച് എക്സാമ്പിൾസ് ആണ് സാലറി അക്കൗണ്ട്, ടെലിഫോൺ അക്കൗണ്ടൊക്കെ. നമ്മൾ വീണ്ടും ഇത് പല പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു വേർഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം നമുക്ക് വേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻറ്റിറ്റി, എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അവരുടെ ഓണർഷിപ്പിൽ വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ദി ഇക്കണോമിക് റിസോഴ്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള റീസൺ അവർ അത്രയും വാല്യബിൾ ആണ്. ആൻഡ് ലൈഫ് ടൈം വയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് നോക്കുമ്പോഴത്തേക്കും കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവരെ കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്യാഷ്, അങ്ങനെ. അപ്പം അസറ്റ്സിനെ മെയിനായിട്ട് 3 ഹെഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്, ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉണ്ട്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂഷ്വലി നമ്മൾ മേടിച്ചിട്ട് വീണ്ടും വിൽക്കുന്ന സംഭവമൊന്നുമില്ല. നമ്മളത് മേടിച്ച് കമ്പനിയിൽ ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വെക്കും. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും രീതിയിലൊരു പ്രോഫിറ്റോ ഇൻകമോ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഏതൊരു അസറ്റാണോ ഒരു കമ്പനിയിൽ ഒരു വർഷത്തിൽ കൂടുതൽ വെക്കുന്നത്, അതായത് ബേസിക്കലി നമുക്കുള്ള 12 മന്ത്സിനേലും കൂടുതൽ ഏതൊരു അസറ്റാണോ കമ്പനിയിൽ വെക്കുന്നത് അതിന് നമ്മൾ നോൺ കറണ്ട് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഫിക്സഡ് അസറ്റ്, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ ഹെഡിൽ വരുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഒക്കെ. ഈച്ച് വേർഡ് നമുക്ക് ഇനിയും അടുത്ത പാർട്ടിൽ പഠിക്കാനുണ്ട്. ഇനി ഇതാണ് ഫസ്റ്റത്തെ ഹെഡ്. സെക്കൻഡ് ഹെഡ് വരുന്ന കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അസറ്റ്സ് ആണോ ഒരു കമ്പനിക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു വർഷത്തിനടിയിൽ ഏതൊരു അസറ്റാണോ കമ്പനിക്ക് വേഗം ക്യാഷ് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് കറണ്ട് അസറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന ക്യാഷൊക്കെ നമ്മുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് കറണ്ട് അസറ്റിൻ്റെ ഒരു എക്സാമ്പിൾ.
നെക്സ്റ്റ് വരുന്നതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഈ അസറ്റ്സ് ദേ ആർ നെയ്തർ ടാഞ്ചിബിൾ നോർ ഇൻടാഞ്ചിബിൾ. ഈ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ടച്ച് ചെയ്യാനോ നമുക്കത് കാണാനോ പറ്റില്ല. വി ക്യാൻ ഓൺലി ഫീൽ ദം. അപ്പം ഈ ഒരു അസറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സം എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പോകും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഫിക്റ്റീഷ്യസ് അസറ്റ്സും അതേപോലെ തന്നെയാണ്. ഒരു ബേസിക് എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ പോകുന്ന ഫണ്ട് വരും വർഷങ്ങളിലായിരിക്കും നമ്മളത് റൈറ്റ് ഓഫ് ചെയ്ത് പോകുന്നത്. ഒറ്റയടിക്ക് നമുക്കതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു എക്സ്പെൻസ് ആണെങ്കിൽ പോലും ഈ അഡ്വർടൈസ്മെൻറ്റ് വഴി നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സും ആ ഒരു ഇൻകവും അതിനെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു ഹെഡിൻ്റെ അടിയിൽ വരുന്നതിൻ്റെ മെയിൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ഈ നോൺ കറണ്ട് അസറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോൺ കറണ്ട് അസറ്റിനെ തന്നെ വീണ്ടും 2 ഹെഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് അസറ്റിനാണോ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളത് അതിനെ ടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് പറയുന്നത്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ടച്ച് ചെയ്യാനും പറ്റും, നമുക്കതിനെ കാണാനും പറ്റും. ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഏതെങ്കിലും ഒരു ലാൻഡ്, കെട്ടിടങ്ങൾ, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, നമുക്കുള്ള ഡെസ്ക്, ഇതൊക്കെ ടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് വരും. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതായത് നമുക്കതിനെ കാണാനോ ടച്ച് ചെയ്യാനോ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിൾസാണ് ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇതിൽ നമുക്ക് എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയാവുന്ന സംഭവമാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിനകത്തുള്ള പല സോഫ്റ്റ്വെയർസും പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും നമുക്കതിനെ ശരിക്കും അതൊന്നും കാണാനായിട്ട് പറ്റില്ല. സോഫ്റ്റ്വെയറിൻ്റെ സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ഗുഡ് വില്ല് കേസ് വരുമ്പോൾ, ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ്. ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ നമുക്ക് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, നമുക്കത് കാണാനായിട്ട് പറ്റില്ല. സോ ഇതാണ് നോൺ കറണ്ട് അസറ്റിൻ്റെ ഒരു ഹെഡായിട്ട് വരുന്നത്. ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണാം. കറണ്ട് അസറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, അതായത് ഈസിലി നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നോൺ കറണ്ട് അസറ്റ് നമ്മൾ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് കാറായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റേതായിട്ടുള്ള എക്സാമ്പിൾസാണ്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, അതായത് അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനി എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം കൊടുക്കാനുണ്ടോ അതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ അത് 2 തരത്തിലാകാം. ഒന്നെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള ആൾക്കാർക്ക് തന്നെ, അതായത് ഓണേഴ്സിന് തന്നെ ഫണ്ട് കൊടുക്കാനുണ്ടാകും. ആൻഡ് ആ ടൈപ്പ് ഓഫ് ലയബിലിറ്റിനെ നമ്മൾ ഇൻറ്റേർണൽ ലയബിലിറ്റി എന്ന് പറയും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ ആസ് എ കമ്പനി ഒരു പുറത്ത് ആളുടെ നിന്ന് എന്തെങ്കിലും ഒരു ലോൺ, അതായത് ബാങ്കിൻ്റെ കയ്യിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ലയബിലിറ്റി പുറത്തോട്ടുള്ള ആൾക്കാർക്കാണ്. സോ സച്ച് കൈൻഡ് ഓഫ് ലയബിലിറ്റി നമ്മൾ എക്സ്റ്റേർണൽ ലയബിലിറ്റി എന്ന് പറയും. സോ 2 രീതിയിൽ ലയബിലിറ്റി വരാം. പക്ഷേ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എത്രത്തോളം എമൗണ്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യരാകുന്നത് അതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ബേസിക്കലി ഈ ഒരു ലയബിലിറ്റീസിന് സെയിം അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ 2 ഹെഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. വി ഹാവ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇനി ഏതൊക്കെ പേയ്മെൻ്റ് ആണോ ഒരു വർഷത്തിൽ കൂടുതൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വർഷം കൂടുതൽ ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് അടച്ചു തീർക്കാനുള്ളത് അതിനെയാണ് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിലൊന്നും അടയ്ക്കേണ്ട, അതിലപ്പുറം നമുക്ക് ഡേറ്റ് തരും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലോൺ 2025 എടുത്തു. ആ ലോൺ എനിക്ക് 2026 ആകുമ്പോഴേക്ക് അടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കേസ് ഓഫ് നോൺ കറണ്ട് ലയബിലിറ്റി. അതിൻ്റെ എക്സാമ്പിളാണ് ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലയബിലിറ്റീസ് ആണോ വിത്തിൻ 12 മന്ത്സ് ഞാൻ അടക്കേണ്ടത്, അതായത് ഒരു വർഷം ടൈം പീരീഡിൽ ഉള്ളിൽ തന്നെ എനിക്ക് ഏതൊക്കെ ലയബിലിറ്റി ആണോ അടച്ചു തീർക്കാനുള്ളത് അതിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഷോർട്ട് ടേം ലോൺസ് ഒക്കെയാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഷോർട്ട് ഡ്യൂറേഷനിലുള്ളിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും. സോ ക്രെഡിറ്റേഴ്സ് ചെറിയൊരു ഐഡിയ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി പറ്റിലൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈം പീരീഡ് വരെ അവർ മിണ്ടാതിരിക്കും.
പിന്നെ അവർ ചോദിച്ചു തുടങ്ങും. സോ ആ ഒരു ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും അത് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. സോ അതൊക്കെയാണ് കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ ചെറിയ എക്സാമ്പിളായിട്ട് വരുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അവർക്ക് അടച്ചു തീർത്തേ പറ്റൂ. സോ അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് ഓണർഷിപ്പ് ഉള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ, ലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പനി കൊടുക്കാൻ വരുന്ന കേസായിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കീ വേർഡ്സ് ആണ് ക്യാപിറ്റൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം റോയ്സ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇൻ ദ സെൻസ്, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പനിയിലേക്ക് ചേരുന്ന ഓണേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ 50,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയും. സോ ആ 50,000 ആണ് ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ ബേസ് ക്യാപിറ്റലായിട്ട് വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പം കമ്പനിയിൽ ക്യാപിറ്റൽ നമുക്ക് ഒന്നെങ്കിൽ അസറ്റായിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ പൈസയായിട്ട് കൊണ്ടുവരാം. പക്ഷെ അതിന് മോണിറ്ററി വാല്യൂ ഉണ്ടാവണം എന്ന് മാത്രം നിർബന്ധമാണ്. അതായത് മണി വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. ചുമ്മാ ഒരു അസറ്റിൻ്റെ പേരിൽ കൊണ്ടുവരാൻ മാത്രമല്ല, അത് വിൽക്കുമ്പം നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ക്യാഷായി റിസീവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് സംഭവം ലൈക്ക് ആസ് ഐ സെഡ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഓണേഴ്സ് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ഫണ്ടാണ്. സോ എപ്പോഴും കമ്പനിക്ക് ഒരു ലയബിലിറ്റി ആണ്. അതായത് ഈ ഫണ്ട് പിന്നീട് പാർട്ട്നേഴ്സ് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ബെനിഫിഷ്യൽ പോർഷനെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ ആ ടേംസിൽ നോക്കുമ്പോൾ ഇതൊരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റലിനെ നമുക്ക് ഓണേഴ്സ് ഇക്വിറ്റി അഥവാ നെറ്റ് വർത്ത് എന്നും പറയാം. ആൻഡ് ഈ ഒരു ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ദിസ് ബിക്കംസ് യൂസ്ഫുൾ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ അസറ്റ്സിൽ നിന്നും ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു കമ്പനി എടുക്കുമ്പോൾ ആ കമ്പനിയിൽ കുറച്ച് പ്രോപ്പർട്ടി ആയിട്ട് അവരുടെ ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ കൊടുക്കാനുള്ള കടബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ലയബിലിറ്റീസ് എല്ലാം സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഫണ്ടാണോ ഉള്ളത് അതിനെയാണ് ഞാൻ എൻ്റെ കമ്പനിയുടെ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ക്യാപിറ്റലിനെ കുറിച്ചിട്ട്. അഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ഈസിയർ. അടുത്ത ഹെഡാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓണർ ഈ പറയുന്ന ഫണ്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അയാളുടെ പേഴ്സണൽ പേർപ്പസിന് വേണ്ടിയിട്ട് അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫണ്ടോ അല്ലെങ്കിൽ ഗുഡ്സോ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ 50,000 കൊണ്ടുവന്ന് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ 50,000-ൽ നിന്ന് ഒരു 10,000 ഞാൻ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് എടുത്തു. ആ വിഡ്രോയലിനെയാണ് ഐ കോൾ ഇറ്റ് ആസ് ഡ്രോയിങ്സ്. അപ്പം മൊത്തം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അത്രയും എമൗണ്ട് റെഡ്യൂസായി പോവുകയാണ്. സോ വേറൊരു എക്സാമ്പിളാണ്, അതായത് എൻ്റെ ഹൗസ് റെൻറ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ തിരിച്ചു മേടിക്കുന്നു. അതൊക്കെയാണ് ഡ്രോയിങ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന വേർഡാണ് റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് എമൗണ്ട് ആണോ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് അല്ലെങ്കിൽ റിസീവബിൾ ആയിട്ട് കിടക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കിനി കിട്ടാനുണ്ട്, എന്തിനു വേണ്ടിയിട്ട്, ഫോർ അസറ്റ് വിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് റെൻഡർ ചെയ്തത് കൊണ്ട് എനിക്ക് എത്ര എമൗണ്ടാണ് കിട്ടിയേക്കുന്നത് അല്ലെങ്കിൽ കിട്ടാൻ ഡ്യൂ ആയിട്ടിരിക്കുന്നത് അതിനെയാണ് ഞാൻ റെസീപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ അസറ്റ് വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു ഏതെങ്കിലും ഒരു അസറ്റ് അല്ലെങ്കിൽ കമ്പനിയിലുള്ള ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഞാനൊരു ഫോർ സേ 50,000 വിറ്റു. സോ ആ 50,000 ആണ് എൻ്റെ റെസീപ്റ്റായിട്ട് വരുന്നത്. ഇനി എൻ്റെ കടയിലിരിക്കുന്ന കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഞാനൊരു റുപ്പീസ് 1 lakhന് വിറ്റു. സോ അവിടെ 1 lakh ആണ് എൻ്റെ റെസീപ്റ്റായിട്ട് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് റെൻഡർ ചെയ്യുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് അവർ മേടിക്കുന്ന കൺസൾട്ടേഷൻ ഫീസ്, അതൊക്കെയാണ് റെസീപ്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി റെസീപ്റ്റിനെ നമ്മൾ വീണ്ടും 2 ഹെഡ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ്. ആൻഡ് ഈ 2 ആസ്പെക്റ്റാണ് മിക്കപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ആസ്പെക്റ്റായിട്ട് വരുന്നത്.
റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് അല്ലെങ്കിൽ കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്റ്റേഷനറി കട നടത്തുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റേഷനറി ഗുഡ്സ് ഞാൻ വിറ്റു, അതെൻ്റെ റവന്യൂ റെസിപ്റ്റായിട്ട് വരും. നേരെ മറിച്ച് സ്റ്റേഷനറി കടയുള്ള ഞാൻ ഒരു ബെഡ് വിൽക്കുന്നതാണെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും റവന്യൂ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബെഡ് വിൽക്കൽ എൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അല്ല. സോ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഐറ്റം വിറ്റിട്ടാണ് എനിക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മൈ റവന്യൂ റെസിപ്റ്റ്. അല്ലാത്ത പക്ഷം അത് നമുക്ക് റവന്യൂ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ വരുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, അതായത് വിച്ച് ഇസ് നോട്ട് റവന്യൂ ഇൻ നേച്ചർ. അതൊരിക്കലും റവന്യൂ നേച്ചർ അല്ല. അതായത് വല്ലപ്പോഴും നമ്മൾ വിൽക്കുമ്പം കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സ്റ്റേഷനറി കടയുള്ള ഞാൻ ബെഡ് വിറ്റ് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്, അതൊരിക്കലും റവന്യൂ റെസിപ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആസ്പെക്റ്റാണ് എക്സ്പെൻഡിച്ചർ. റെസിപ്റ്റ് പോലെ സെയിം സംഭവം തന്നെ. എത്ര എമൗണ്ടാണോ ഞാൻ സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് എനിക്കിനി കൊടുക്കാനുള്ളത്, എന്തിനു വേണ്ടിയിട്ട്, ഏതെങ്കിലും അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്യേ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ഫണ്ട്. ചിലപ്പോൾ കമ്പനിയിലേക്ക് ഒരു മെഷീൻ വേണ്ടി വന്നു. ഇപ്പോൾ ഒരു ബൈൻഡിങ് കമ്പനി ആകുമ്പോൾ ആ ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഇങ്കുള്ള പ്രിൻ്റർ മേടിച്ചു. സോ അതിന് കൊടുക്കുന്ന ഫണ്ടിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് രണ്ട് ഹെഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള കമ്പനിയിലുള്ള അസറ്റിന് ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ എന്തോ റണ്ണിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിപ്പയറിങ് സർവീസായിട്ട് ഒരു 5,000 കൊടുത്തു. ആ 5,000 എൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അത് ഫ്യൂച്ചറിൽ ആ മെഷീൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഓയിൽ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കപ്പാസിറ്റി, ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അക്കൗണ്ടിങ് പീരീഡിൽ അല്ലെങ്കിൽ സാധാ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് എക്സ്പെൻഡിച്ചറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത് യൂഷ്വലി ഹ്യൂജ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കും. അതായത് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഫണ്ട്, അതൊക്കെ വളരെ ലാർജ് സം ഓഫ് എമൗണ്ടാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ ഫണ്ടൊക്കെ നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ അക്കൗണ്ട്സിൽ എഴുതി കഴിഞ്ഞാൽ കമ്പനി എന്തായാലും അടച്ചു കൂട്ടേണ്ടി വരും. സോ അതിന് പകരം അത് പല വർഷങ്ങളിലായിട്ടാണ്, മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡിലായിട്ടായിരിക്കും നമ്മൾ ആ എക്സ്പെൻഡിച്ചർ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കാണിക്കുന്നത് എന്നാണ് അർത്ഥം. സോ അതിനെയാണ് നമ്മൾ ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഹ്യൂജ് സം ഓഫ് എമൗണ്ട് ആയിരിക്കും ആൻഡ് മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു എക്സ്പെൻഡിച്ചർ കട്ട് ഓഫ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് എക്സ്പെൻഡിച്ചറിൻ്റെ മെയിൻ ഹെഡ്സ് വരുന്നത്. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. പക്ഷെ അത് കൂടാതെ നമുക്ക് ഡെഫേർഡ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും, അതുപോലെ റവന്യൂവും അതുപോലെ റവന്യൂ റെസിപ്റ്റ്സ് ആണ് നമുക്ക് മിക്കവാറും കൺഫ്യൂഷനായിട്ട് വരുന്നത്. പക്ഷെ അതിന് നമുക്ക് മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം എളുപ്പമായിട്ട് ചെയ്യാം. സോ താങ്ക് യു ഗൈസ്. നമുക്ക് ബാക്കി സെക്കൻഡ് പാർട്ടിൽ കാണാം. വേറെയും കുറച്ചുകൂടെ വേർഡ്സ് ഉണ്ട് ദാറ്റ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ഡീറ്റെയിൽ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫിൻക്രേസിൻ്റെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.